അപ്പം ഞങ്ങളുടെ മക്കളില്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ്. ആരെങ്കിലും ഒരാൾ ഉണ്ടാകേണ്ടതായിരുന്നു, പക്ഷെ രണ്ടുപേരില്ല. പിന്നെ ഇപ്പൊ മ്യാവൂ എന്ന് പറഞ്ഞു വരുന്ന അല്ലേ പൂച്ചക്കുട്ടി, അവൻ ചാക്കുണ്ടായിരുന്നില്ലേ, അപ്പൊ മ്യാവൂന്നും പറഞ്ഞു വന്നേനെ. അപ്പൊ അവനും ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ വലിയ പെരുന്നാളിന് അവനും ഇല്ല. അപ്പൊ ഞങ്ങൾ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി. എൻ്റെ മോള് നാളെ വരും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലും. അപ്പം ഞങ്ങൾ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ. അപ്പം എല്ലാവർക്കും ഇത് മുമ്പാർക്കുണ്ട്. നിങ്ങളൊക്കെ എന്താ കഴിച്ചത്? മൈനീസ് ഉണ്ടാക്കിയതാണ്. ഒന്നും വെളിയിൽ നിന്ന് വാങ്ങിക്കത്തില്ല. റെഡിമെയ്ഡിനായിട്ട് നല്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന രുചി അതൊരു പ്രത്യേകത തന്നെയാണ് അല്ലേ. രാവിലെ പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കഴിക്കുകയാണ്. എല്ലാം തയ്യാറാക്കി. പെപ്സി കുടിച്ചാൽ ദഹനത്തിന് നല്ലതാണെന്ന് പറഞ്ഞു. ഷുഗറൊക്കെയാണ്, എന്നാലും പെപ്സി കുടിക്കുകയാണ്. നമ്മുടെ അറബി നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേ എടുക്കത്തുള്ളൂ ചോറ്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലാണ് ഓരോരുത്തർക്കും ഓരോ പാത്രങ്ങൾ കൊടുക്കണം. അവിടെ വലിയ പാല പോലെയൊക്കെ ഉണ്ട്. ഞാൻ ഗൾഫിലൊക്കെ നിന്നിട്ടുള്ളത് എനിക്കറിയാം. നിങ്ങൾ ഇന്ന സ്ഥലത്ത് എങ്ങനെയായിരുന്നു? ഇരുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണ്? കോമഡിയാണ്. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പാത്രത്തിലൊക്കെ ഇതുപോലെ നല്ല ഈ എന്താ പറയാ പെരുന്നാളും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വലിയ താല വെച്ചിട്ടുണ്ടാവും. ആ താല നിറച്ച് എല്ലാം നിറച്ച് വെക്കും. എല്ലാവരും എന്ത് സ്വരമയോടെയാണ് കഴിക്കുന്നത്. അതൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. എനിക്ക് എന്തിഷ്ടമാണെന്നറിയാവോ? എത്ര സൗഹൃദത്തോടു കൂടിയാണ് അവർ ഒരു പാത്രത്തിൽ എത്ര കൈകളാണ് വീഴുന്നതെന്നറിയാവോ? നമ്മുടെ നാട്ടില് സൗഹൃദം പോയിട്ട് ഒന്നുമില്ല. ഒരു പാത്രത്തിലല്ല പല പാത്രത്തിലാണെങ്കിൽ തമ്മിത്തല്ലും ആകെ കശപിശയാണ്. എൻ്റെ മക്കളില്ലാത്ത എൻ്റെ മക്കളെ രണ്ടുപേരും ഞാൻ മിസ് ചെയ്യുന്നു ഇപ്പം ഈ അവസരത്തിൽ. ഞാൻ തമാശയൊക്കെ പറയുന്നു കേട്ടോ, തമാശ കളിക്കാം. ഞങ്ങള് കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ, ഏതായാലും രണ്ടുപേരല്ലേ ഉള്ളു, വാങ്ങിച്ചു കഴിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പോഴ് പിന്നെ മകള് നാളെ വരുന്നുണ്ടെന്ന്, നാളെ അല്ല ഇന്ന് 3 മണിക്ക് വരും രാത്രിയിൽ. അപ്പൊ വരുമെന്ന് പറഞ്ഞപ്പം ഏതായാലും അവർക്ക് കൊടുക്കണമല്ലോ. അപ്പൊ ആ പ്ലാൻ മാറ്റി. അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളൊക്കെ എന്ത് കഴിച്ച് മക്കളെ? എല്ലാരും കഴിച്ച സമയമൊക്കെ ഞാനിപ്പോ അതെ, എന്നെ കാണുന്നവര്, എന്നെ അറിയാവുന്നവരും അറിയാത്തവരും എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾ എന്ത് കഴിച്ചെന്ന് പെരുന്നാളിന്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത പെരുന്നാളിന് നമുക്ക് ഇതുപോലെ കഴിക്കാനുള്ള അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മുല്ല ആമീൻ. അപ്പൊ എന്നെ കാണുന്ന എല്ലാവർക്കും, അറബി നാട്ടിലുള്ള എല്ലാവർക്കും എന്നെ അറിയാവുന്ന
അപ്പൊ ഈദ് മുബാറക്ക്. كيف حالك؟ كويس؟ كيفك انت؟ كويس. اوكي كله كويس الحمد لله احنا واجد كويس. اوكي طيب اوكي مع السلامة. مع السلامة. مع السلامة. അപ്പൊ ഞാൻ അടുത്ത